മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ആധുനിക കവികളിൽ ശ്രദ്ധേയനായ മാധവൻ അയ്യപ്പത്ത് എന്ന കവിയുടെ പ്രശസ്തമായൊരു കവിതയാണ് സാധ്യമെന്ത്. ഈ കവിതയാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. കവിയെ പരിചയപ്പെടാം. മാധവൻ അയ്യപ്പത്ത് മലയാള കവിതയിൽ ആധുനികത കൊണ്ടുവന്ന കവികളിൽ ഒരാളാണ് മാധവൻ അയ്യപ്പത്ത്. തൃശ്ശൂർ ജില്ലയിൽ കുന്നംകുളത്തിനടുത്ത് അയ്യപ്പത്ത് ലക്ഷ്മിക്കുട്ടിയമ്മയുടെയും പെരിങ്ങോട് കരുമത്തിൽ രാമുണ്ണി നായരുടെയും മകനായി 1934 ഏപ്രിൽ 24 മാധവൻ അയ്യപ്പത്ത് ജനിച്ചത്. മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇക്കണോമിക്സിൽ ബിരുദവും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദവും നേടി. 1992 വരെ ഇദ്ദേഹം കേന്ദ്ര സർക്കാർ ജീവനക്കാരനായിരുന്നു. ജീവചരിത്ര കുറിപ്പുകൾ, കിളിമൊഴികൾ തുടങ്ങിയവ ഇദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരങ്ങളാണ്. ശ്രീനാരായണ ഗുരു, ധർമ്മപദം തുടങ്ങിയവയും ഇദ്ദേഹത്തിൻ്റെ കൃതികളിൽപ്പെടുന്നു. 1985 കേരള സാഹിത്യ അക്കാദമി അവാർഡും 2008 ആശാൻ പ്രൈസും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോഴിന്ന് നമുക്ക് പഠിക്കാനുള്ള കവിത സാധ്യമെന്ത്. നമ്മളെല്ലാം തിരക്ക് പിടിച്ച് ഓടുകയാണ്. ഈ ഓട്ടത്തിനിടയിൽ നമുക്ക് ചുറ്റുമുള്ള കാഴ്ചകളും ഭംഗികളും ഒന്നും നാം കാണുന്നില്ല. നമ്മളൊക്കെ എന്തിനോ വേണ്ടിയുള്ള പരക്കം പാച്ചിലാണ് അല്ലേ? നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. നമ്മൾ എന്തൊക്കെയോ ആവശ്യങ്ങൾക്ക് വേണ്ടി തിരക്ക് പിടിച്ച് ഓടുകയാണ്. ജീവിതം ആസ്വദിക്കാതെ അവസാനം വരെ സംഘർഷം നിറഞ്ഞ മനസ്സുമായി ജീവിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് സാധ്യമെന്ത് എന്ന കവിതയിലൂടെ കവി. ഇനി കവിത ശ്രദ്ധിക്കൂ. വേവലാതിയാണ് എപ്പോഴുമെങ്കിൽ ജീവിതം കൊണ്ട് കാര്യമെന്താവോ, പുഞ്ചിരി തൂകി നിൽക്കും ഉഷസ്സും പൂഞ്ചിറക് വിടർത്തും കിളിയും പൂവണിഞ്ഞു ചമഞ്ഞ വനിയും ജീവിതത്തോടൊരുമ്മയാചിക്കേ നേരമില്ലേ നമുക്കൊന്നു നിൽക്കാൻ, നേരെ നിന്നൊന്ന് നോക്കി രസിക്കാൻ. കവി പറയുന്നത് വേവലാതിയാണ് എപ്പോഴും എങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് എന്ത് കാര്യമാണുള്ളത് അല്ലേ? അതായത് എപ്പോഴും വേവലാതിപ്പെട്ടുകൊണ്ടിരുന്നാൽ ജീവിതം കൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്നാണ് കവി പറയുന്നത്. പുഞ്ചിരി തൂകി നിൽക്കും ഉഷസ്സും. ഉഷസ് എന്ന് പറഞ്ഞാൽ പ്രഭാതം എന്നർത്ഥം. പുഞ്ചിരി തൂകി നിൽക്കുന്ന പ്രഭാതവും മനോഹരമായ ചിറകുകൾ വിടർത്തി പറക്കുന്ന കിളികളും പൂവണിഞ്ഞ് ചമഞ്ഞ വനിയും, പൂക്കൾ നിറഞ്ഞ് അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന വനിയും, ചമഞ്ഞു നിൽക്കുന്ന അല്ലേ, ചമഞ്ഞു നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന പൂന്തോട്ടവും ജീവിതത്തോട് ഒരുമ്മ യാചിക്കുമ്പോൾ ഈ പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിച്ച് അല്പസമയമൊന്ന് നിൽക്കാൻ നേരമില്ലേ എന്ന് കവി നമ്മോട് ചോദിക്കുകയാണ്. ജീവിതത്തിലെ സംഘർഷങ്ങൾക്കിടയിൽ മനോഹരമായ പ്രകൃതിയുടെ സൗന്ദര്യം പോലും ഇന്നത്തെ മനുഷ്യന് ആസ്വദിക്കാൻ കഴിയുന്നില്ല. കാഴ്ചവയ്ക്കുവാൻ മുത്തുകളേന്തി കാട്ടുപുല്ലുകൾ നീളവേ നിൽക്കേ, അമ്പലത്തിൻ നടയിലനേകം ചമ്പകങ്ങൾ വിടർന്നാടി നിൽക്കേ, പൂങ്കവിളിൽ പവിഴപ്പൊളിയിൽ പൂങ്കിനാക്കൾ ഒളിവിതറുമ്പോൾ അമ്മമാരുടെ കൈവിരൽ തുമ്പിൽ ഉമ്മ വച്ചു കിടാങ്ങൾ നടക്കേ, കണ്ണടച്ചു ജപിച്ചു നടന്നു വിണ്ണിലെന്തു കൊതിക്കുന്നു നമ്മൾ. നമുക്ക് കാഴ്ചവയ്ക്കുവാൻ വേണ്ടി മുത്തുകളേന്തി കാട്ടുപുല്ലുകൾ നീളവേ നിൽക്കുന്നുണ്ട്. കാട്ടുപുല്ലുകൾ എന്തിൻ്റെ മുത്തുകളാവും ഏന്തി നിൽക്കുന്നത്? പുല്ലുകൾ മഞ്ഞുതുള്ളികളാകുന്ന മുത്തുകൾ ചൂടി എല്ലായിടത്തും തലയുയർത്തി നിൽക്കുകയാണ്. അതുപോലെ അമ്പലത്തിൻ്റെ നടയിൽ ധാരാളം ചെമ്പകങ്ങൾ പൂത്തുലഞ്ഞ് വിടർന്നാടി നിൽക്കുന്നുണ്ട്. പവിഴം പോലെ ചുവന്ന കവിളിൽ മനോഹരമായ സ്വപ്നങ്ങൾ പ്രകാശം വിതറുമ്പോൾ അമ്മമാരുടെ കൈവിരൽത്തുമ്പിൽ ഉമ്മ വെച്ച് കുട്ടികൾ നടക്കുന്നു. മുതിർന്നവരാവട്ടെ കണ്ണടച്ച് ജപിച്ച് നടക്കുന്നു.
അതായത് പ്രകൃതിയിൽ ഇത്തരം മനോഹരമായ കാഴ്ചകളൊക്കെ ഉള്ളപ്പോൾ കണ്ണടച്ച് ജപിച്ച് നടക്കുന്ന നമുക്ക് ഈ മനോഹരമായ കാഴ്ചകളെല്ലാം നഷ്ടമാവുകയാണ് എന്നാണ് കവി പറയുന്നത്. വിണ്ണിലെന്തു കൊതിക്കുന്നു നമ്മൾ എന്നാണ് കവി ചോദിക്കുന്നത് അല്ലേ. വിണ്ണ് എന്ന് പറഞ്ഞാൽ ആകാശം. നാം എന്താണ് ആകാശത്ത് നിന്ന് കൊതിക്കുന്നത്? ഈ ഭൂമിയിലെ ഒരു കാഴ്ചയും നമ്മൾ കാണുന്നില്ല. പുല്ലുപായ വിരിച്ചു വിളിപ്പൂ തെല്ലിരിക്കുവാൻ താഴ്വര നമ്മെ താലോലിച്ചിടുകെന്നെ ഒന്നെന്ന താമരക്കുളം മാടി വിളിക്കെ നിൽക്കാതോടുന്നു നമ്മള പാച്ചിൽ നോക്കി നിൽക്കുന്നു കാലികൾ പോലും. അല്പനേരം ഇരിക്കൂ എന്ന് പറഞ്ഞിട്ട് പുല്ലുപായ വിരിച്ച് താഴ്വര നമ്മെ വിളിക്കുന്നു. താഴ്വരയിൽ നിറയെ പുല്ലുണ്ടാവും അല്ലേ. ആ പുൽപ്പായ വിരിച്ചിട്ട് നമ്മെ താഴ്വര വിളിക്കുകയാണ്. അല്പനേരം ഇവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞ് വിളിക്കുന്നു. എന്നെ ഒന്ന് താലോലിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് താമരക്കുളം മാടി വിളിക്കുന്നു. ഇതൊന്നും കാണാതെയും കേൾക്കാതെയും നാം വേവലാതിയോടെ നിൽക്കാതെ ഓടുകയാണ്. നിൽക്കാതെയുള്ള നമ്മുടെ ആ പാച്ചിൽ കന്നുകാലികൾ പോലും നോക്കി നിൽക്കുകയാണ്. നീരദത്തുണ്ടിൽ അന്തിക്കതിർകൾ മാരിവില്ലു വരച്ചു കളിക്കെ ആടുമേയ്ക്കുന്ന പെൺകിടാവെങ്ങോ പാടും പാട്ടിൽ വെയിലലിയുമ്പോൾ കുന്നിൻചായ്വിലെ പാറ വിളിപ്പൂ വന്നിരുന്നു നുകരുമീ ഭംഗി. നീരദം എന്ന് പറഞ്ഞാൽ മേഘം, അന്തി എന്ന് പറഞ്ഞാൽ സന്ധ്യാസമയം, മാരിവില്ല് എന്ന് പറഞ്ഞാൽ മഴവില്ല്. മേഘങ്ങളിൽ സൂര്യൻ്റെ അന്തിക്കതിരുകൾ മഴവില്ല് വരച്ച് കളിക്കുമ്പോൾ ആടുമേയ്ക്കുന്ന പെൺകിടാവ് എങ്ങോ പാടുന്ന പാട്ടിൽ വെയിൽ അലിഞ്ഞു ചേരുമ്പോൾ കുന്നിൻ ചെരുവിലെ പാറ വിളിക്കുകയാണ്, വന്നിരുന്ന് ഈ ഭംഗി ആസ്വദിക്കുക എന്ന് പറഞ്ഞുകൊണ്ട്. നിൽക്കാതോടുന്ന നമ്മളെ നോക്കി നിന്ദിച്ചല്ലി കിളികൾ ചിലപ്പൂ. മനോഹരമായ ഈ പ്രകൃതി ഭംഗിയൊന്നും ആസ്വദിക്കാൻ നിൽക്കാതെ, ഇതൊന്നും ശ്രദ്ധിക്കാതെ നിൽക്കുന്ന ഓടുന്ന നമ്മളെ നോക്കി കിളികൾ പരിഹസിച്ച് ചിരിക്കുന്നു. അല്ലിൽ പോലും സുഗന്ധം പരത്തി മുല്ലപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുമ്പോൾ ലോലലോല മരീചികൾ നീട്ടി ശ്രീലതാരകൾ നോക്കിച്ചിരിക്കെ അല്ലലാണ് നമുക്കുള്ളിലെങ്കിൽ ഇല്ല ശാന്തി ഹൃദന്തത്തിനെങ്കിൽ ഉത്സവത്തിൻ വിലാസങ്ങൾ പോലും മത്സരത്തിന് മാത്രമാണെങ്കിൽ ഫുല്ല സൗന്ദര്യ കാന്തികൾ പുൽകാൻ ഇല്ല തെല്ലും നമുക്കിടയെങ്കിൽ അന്തമറ്റൊരീ ജീവിതമേതോ പന്തയമെങ്കിൽ എന്തതിൽ കാമ്യം വേവലാതിയാണെപ്പോഴുമെങ്കിൽ ജീവിതം കൊണ്ട് സാധ്യമെന്താവോ. അല്ല് എന്ന് പറഞ്ഞാൽ ദുഃഖം. ദുഃഖത്തിൽ പോലും സുഗന്ധം പരത്തി, അതായത് രാത്രിയിൽ പോലും ഇരുട്ട് ദുഃഖമാണ് അല്ലേ. ഇരുട്ടിൽ പോലും സുഗന്ധം പരത്തി മുല്ലപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നു. ലോല ലോല മരീചികൾ നീട്ടി. മരീചി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? കിരണങ്ങൾ അല്ലെങ്കിൽ രശ്മികൾ. ലോലമായ കിരണങ്ങളാകുന്ന കൈകൾ നീട്ടി, രശ്മികളാകുന്ന കൈകൾ നീട്ടി മനോഹരമായ നക്ഷത്രങ്ങൾ നമ്മെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നു. ശ്രീലം എന്ന് പറഞ്ഞാൽ ഐശ്വര്യമുള്ള എന്നർത്ഥം. താരം എന്ന് പറഞ്ഞാൽ നക്ഷത്രം അല്ലേ. ഐശ്വര്യമുള്ള മനോഹരമായ നക്ഷത്രങ്ങൾ നമ്മെ നോക്കി ചിരിക്കുന്നു. അല്ലലാണ് നമുക്കുള്ളിലെങ്കിൽ ഇല്ല ശാന്തി ഹൃദന്തത്തിനെങ്കിൽ ഉത്സവത്തിൻ വിലാസങ്ങൾ പോലും മത്സരത്തിന് മാത്രമാണെങ്കിൽ. നമ്മുടെ ഉള്ളിൽ ദുഃഖമാണ് ഉള്ളതെങ്കിൽ, ഹൃദയത്തിൽ ശാന്തിയില്ലെങ്കിൽ, അതുപോലെ ഉത്സവത്തിൻ്റെ ആഘോഷങ്ങൾ പോലും മത്സരത്തിന് മാത്രമാണെങ്കിൽ നമുക്ക് ഒരിക്കലും സന്തോഷമുണ്ടാവില്ല എന്ന് കവി പറയുന്നു. ആഘോഷങ്ങൾ ഒത്തൊരുമിക്കാനും അല്ലേ ഒപ്പം സന്തോഷിക്കാനുമുള്ളതാണ്. അതും മത്സരമായി മാറുകയാണെങ്കിൽ പിന്നെ നമുക്കെവിടെയാണ് സന്തോഷമുണ്ടാവുക? ഫുല്ല സൗന്ദര്യകാന്തികൾ പുൽകാൻ ഇല്ല തെല്ലും നമുക്കിടയെങ്കിൽ അന്തമറ്റൊരീ ജീവിതമേതോ പന്തയമെങ്കിൽ എന്തതിൽ കാമ്യം. ഫുല്ലം എന്ന് പറഞ്ഞാൽ വിടർന്നത്, കാന്തി ശോഭ, അന്തം എന്ന് പറഞ്ഞാൽ അവസാനം, പന്തയം മത്സരം, കാമ്യം എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കത്തക്കത് എന്നർത്ഥം. വിടർന്നു നിൽക്കുന്ന സൗന്ദര്യത്തിൻ്റെ ഭംഗി, ശോഭ ആസ്വദിക്കാൻ നമുക്ക് അല്പം പോലും സമയമില്ലെങ്കിൽ
അവസാനമില്ലാത്ത ഈ ജീവിതം പന്തയത്തിന് തുല്യമാണെങ്കിൽ അതിലെന്താണ് ആശിക്കത്തക്കതായിട്ട് അല്ലെങ്കിൽ ആഗ്രഹിക്കത്തക്കതായിട്ട് ഉള്ളത്? വേവലാതിയാണ് എപ്പോഴുമെങ്കിൽ ജീവിതം കൊണ്ട് സാധ്യമെന്താവാം? എപ്പോഴും മനസ്സിൽ വേവലാതിയാണുള്ളതെങ്കിൽ ജീവിതം കൊണ്ട് എന്താണ് നമുക്ക് സാധ്യമാവുക? എപ്പോഴും ജീവിതത്തെക്കുറിച്ചുള്ള വേവലാതികളുമായി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സന്തോഷിക്കാൻ സാധിക്കില്ല. ജീവിതത്തെ മത്സരവും പന്തയവുമാക്കി മാറ്റുന്നവർ യഥാർത്ഥത്തിൽ ജീവിക്കുന്നില്ല എന്നാണ് കവി പറയുന്നത്. എപ്പോഴും ഉള്ളിൽ ജീവിതത്തെക്കുറിച്ചുള്ള ആകുലതകളുമായിട്ടാണ് നാം ജീവിക്കുന്നത്, അല്ലേ? നമ്മുടെ മനസ്സിൽ യാതൊരു സമാധാനവുമില്ല. ഉത്സവവും ആഘോഷങ്ങളും എല്ലാം മത്സരിക്കാനുള്ളതാണ്. അനാവശ്യമായ മത്സരവും ചുറ്റുമുള്ള ഒന്നും കാണാതെയുള്ള നമ്മുടെ ഓട്ടവും നമ്മെ യഥാർത്ഥ ജീവിതത്തിൽ നിന്ന് അകറ്റിക്കളയുന്നു എന്ന സത്യം വിളിച്ചോതുകയാണ് കവി. ഇനി പാഠഭാഗം വായിക്കുക. കവിത ഈണത്തിൽ ചൊല്ലി നോക്കുക.